ഉണക്ക ചെമ്മീൻ മുട്ട അവിയലാണ് ഇന്ന് ഉണ്ടാക്കി തരാൻ പോകുന്നത്. അപ്പോൾ ഈ അവിയലിൽ ട്രിവാൻഡ്രത്ത് അവരുടെ ഒരു സ്പെഷ്യൽ മുട്ട അവിയൽ എന്ന് പറയും. ഞങ്ങൾ ചേന, ചേമ്പ് അല്ലെങ്കിൽ മുരിങ്ങയ്ക്ക നീളത്തിൽ അരിഞ്ഞിട്ട് കുറച്ച് വെളിച്ചെണ്ണയും മഞ്ഞപ്പൊടി കറിവേപ്പിലേക്ക് ഇട്ട് ഈ ഉപ്പൊക്കെ ഇട്ടിട്ട് ഒരു 20 മിനിറ്റ്സ് നോൺ വെജ് രീതിയിൽ മേറ്റ് ചെയ്തു എന്ന് വെച്ചിട്ട് പിന്നെ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഫ്ലേവർ കൂടും. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഈ സാധനം ഒന്ന് സ്റ്റീം ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു അരപ്പ് തേങ്ങ, നമ്മൾ പച്ചമുളക്, ചെറിയ ഉള്ളി ഇട്ടിട്ട് വെള്ളം തൊടാതെ ഒരു ചമ്മന്തി പരുവത്തിൽ അരച്ചെടുത്തിട്ട് ഈ കഷ്ണങ്ങളൊന്ന് വെന്ത് പകുതിയാകുമ്പം ഇതിലേക്ക് ഇടുകയാണ്. അപ്പോൾ അതിനകത്ത് ഈ മുട്ടയുടെ മഞ്ഞ കരുവിനെ കൂടെ ഞാൻ ഇങ്ങനെ ക്രഷ് ചെയ്ത് വെച്ചു. അപ്പോൾ ഇത് വെച്ചിട്ട് ഈ കഷ്ണങ്ങളെ ഇങ്ങനെ ഒന്ന് മൂടി വെക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഈ ഉണക്കച്ചെമ്മീൻ റെഡി ആയിട്ടുണ്ട്. കുറച്ച് ഇതിനകത്തേക്ക് വിതറി വിടുന്നു സൈഡിൽ. അത് കഴിഞ്ഞ് ഇതിൻ്റെ മേലെ ആ വെള്ള ഭാഗം നമുക്ക് എങ്ങനെ മിക്സ് ചെയ്ത് സൈഡിലേക്ക് ഇടാം. ആ മഞ്ഞക്കൊരു അരപ്പിൻ്റെ കൂടി ഇട്ടിട്ടുണ്ട്. തുള്ളി വെള്ളം വേണമെങ്കിൽ സൈഡിൽ ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മുടെ അവിയൽ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് മിക്സ് ചെയ്യാം. ഫൈനൽ ടെമ്പറിങ് എന്ന് പറയുന്ന തൈരാണ്. ഈ ഓഫ് ചെയ്തിട്ടാണ് ഈ തൈര് ഇടേണ്ടത്. ആവശ്യം പോലെ കറിവേപ്പില വാരി വിതറുക, കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ. ഇതാണ് അവിയലിൻ്റെ ഒരു ടേസ്റ്റ്. ഇതിനെ ഒന്ന് മിക്സ് ചെയ്യുക. ഉണക്ക ചെമ്മീൻ മുട്ട അവിയൽ റെഡി ആയിട്ടുണ്ട്. തീർച്ചയായും ട്രൈ ചെയ്യണം. ഒരുപാട് സ്നേഹങ്ങൾ വാരി വിതറണം. താങ്ക് യു സോ മച്ച്.